ബൈബിൾ പാരായണ മാസം ഡിസംബർ 28. ഇന്നത്തെ വചനഭാഗം നിയമാവർത്തനം 26 മുതൽ 34 വരെയുള്ള അധ്യായങ്ങൾ. ദൈവവുമായി ചെയ്ത ഉടമ്പടിയുടെ നവീകരണവും മോശയുടെ അന്തിമ വചസ്സുകളും മരണവുമാണ് നിയമാവർത്തന പുസ്തകത്തിലെ അവസാന അധ്യായങ്ങളുടെ മുഖ്യ പ്രമേയം. ഇസ്രായേലിന്റെ വിശ്വാസ പ്രമാണം അനുസ്മരിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ് വിളവുകളുടെ ആദ്യഫലം കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോഴുള്ള ഏറ്റുപറച്ചിൽ. ഈജിപ്തിലെ അടിമത്തവും 40 വർഷം നീണ്ട മരുഭൂമിയിലെ അലച്ചിലും എപ്രകാരം ദൈവം തന്നെ പൂർവികരോട് വാഗ്ദാനം ചെയ്ത ദേശത്ത് അവരെ എത്തിച്ചു എന്നതും ഈ ഏറ്റുപറച്ചിലിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ദൈവിക നിയമങ്ങൾ പാലിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ലംഘിച്ചാൽ വന്നു ഭവിക്കുന്ന ശാപങ്ങളും ഓർമ്മിപ്പിച്ചതിനു ശേഷം ജീവനോ മരണമോ തെരഞ്ഞെടുക്കാനുള്ള വെല്ലുവിളിയോടെ മോശ ഉടമ്പടി നവീകരിക്കുന്നു. ആയുസ്സെത്തിയതിനാൽ ജോഷുവയെ തൻ്റെ പിൻഗാമിയായി അവരോധിച്ച് ജനത്തെ ആശീർവദിച്ച് മോശ വിടവാങ്ങുന്നു. കർത്താവ് മുഖാഭിമുഖം സംസാരിച്ചവൻ എന്നതാണ് നിയമാവർത്തന പുസ്തകം മോശയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം. മനുഷ്യരെ മുഖാഭിമുഖം കണ്ട് സംസാരിക്കാൻ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന യേശു ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചതും നവീകരിച്ചതും നിയമാവർത്തന പുസ്തകത്തിലെ നിയമങ്ങളാണ്. ഓർമ്മിക്കാനൊരു വചനം: നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിയമാവർത്തനം 30:20.